ചോട്ടമ്മാമ്പി വീണ്ടും റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലെല്ലാം ഉത്സവ പ്രതീതിയായിരുന്നു. പാട്ടുകൾക്കൊപ്പം ചുവടുവെച്ചും ഡയലോഗുകൾ ഇമിറ്റേറ്റ് ചെയ്തും പ്രേക്ഷകർ സിനിമയുടെ റീ റിലീസ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ മോഹൻലാൽ ഷക്കീല രംഗം ചിത്രീകരിച്ചതിനെക്കുറിച്ച് സിനിമയുടെ തിരക്കഥാകൃത്തായ ബെന്നി പി നായമ്പരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ താരം മോഹൻലാൽ ഷക്കീലയുടെ ബി ഗ്രേഡ് പടം കിന്നാരത്തുമ്പടികൾ കണ്ടുവെന്ന ഡയലോഗ് എങ്ങനെ പറഞ്ഞുവെന്നാണ് ഇന്നും പ്രേക്ഷകർക്ക് അത്ഭുതമാണ്. അതേക്കുറിച്ച് സീൻ വന്ന വഴിയും ബെന്നി പി നായമ്പരം നൽകിയ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കിന്നാരത്തുമ്പുരികൾ 3 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നും ഒരു ഷക്കീല ആരാധകനാണെന്ന് പറയുമ്പോഴും അവിടെ മോഹൻലാൽ അല്ല, തല എന്ന കഥാപാത്രം മാത്രമാണുള്ളത്. തല ഷക്കീല ഫാനാകാം, മുള്ളൻ ചന്ദ്രപ്പനും പടക്കം ബഷീറുമെല്ലാം ഫാനാകാം. അവരുടെ കൾച്ചറിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണല്ലോ. നല്ല വിദ്യാഭ്യാസമുള്ള സംസ്കാരസമ്പന്നമായിരുന്ന തല എന്ന കഥാപാത്രമാണെങ്കിൽ നെഗറ്റീവ് അടിച്ചേനെ. ഷൂട്ടിംഗ് സംഘത്തെ സഹായിക്കുന്ന ആളുകൾ കൊച്ചിയിലുമുണ്ട്. ഞങ്ങൾ പോലും ഹെൽപ്പ് ചെയ്യാൻ അത്തരം ആളുകളുണ്ടായിരുന്നു. ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവരാണ് ശരിയാക്കി തന്നത്. ലോക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കും ഒരു ഷൂട്ടിംഗ് സീൻ ചോട്ടാ മുംബൈയിൽ ഉൾപ്പെടുത്തിയത്. ചോട്ടാ മുംബൈ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടനൊപ്പം ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ കാശ് മേടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഷക്കീലയുടെ പടത്തിന് ഷൂട്ടെന്ന് പറഞ്ഞാൽ ഹ്യൂമർ വർക്കാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനൊരു സീൻ ഉൾപ്പെടുത്തിയത്. അന്നൊക്കെ ഷക്കീല തരംഗമുണ്ടെങ്കിലും ഷക്കീലയെ കുടുംബ പ്രേക്ഷകർ കണ്ടിട്ടില്ല. കാരണം അത്തരം ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകർ പോയി കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷക്കീലയെ നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കാനാമെന്ന് കരുതി. പക്ഷേ ഷക്കീല ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചാകില്ല പ്രേക്ഷകർ വരിക. അവിടെയും ഹ്യൂമറാകും എന്ന് അറിയാമായിരുന്നു എന്ന് ബെന്നി പി നായരമ്പലം പറഞ്ഞു. മോഹൻലാലിനൊപ്പം അഭിനയിക്കാനുള്ള അനുഭവം ഷക്കീല മുമ്പൊരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. വളരെ കൂളായ, ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, ഇല്ലാത്ത മനുഷ്യനാണ് മോഹൻലാൽ എന്നാണ് ഷക്കീല പറഞ്ഞത്. കിന്നാരത്തുമ്പുകൾ 3 വട്ടം കണ്ടുവെന്ന ഡയലോഗ് മോഹൻലാൽ പറയുന്നതിനോടും ഇനി തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നും ഷക്കീല പറഞ്ഞു. ചോട്ടാ മുംബൈ മോഹൻലാൽ സാർ എൻ്റെ കൈപിടിച്ച് ഡയലോഗ് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്.